ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിവ്യ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സിവ്യ, യഥാർത്ഥ പേരല്ല. എനിക്ക് 25 വയസ്സുണ്ട്. എൻ്റെ പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറയാം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ അമ്മയ്ക്ക് പറ്റിയ ഒരബദ്ധമാണ് ഞാൻ. 18ാമത്തെ വയസ്സിലാണ് അമ്മ എന്നെ പ്രസവിക്കുന്നത്. ആ സമയത്ത് അമ്മയുടെ കാമുകൻ പേടിച്ചു പോവുകയും ചെയ്തു. കാര്യം, അന്ന് അമ്മയുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നു. അത് തമിഴ്നാട്ടിലൊരു സ്ഥലത്തായിരുന്നു. അവിടെ താമസിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അധികം സമ്പന്നതയൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ യുവാവുമായിട്ട് അമ്മയ്ക്കുണ്ടായ പ്രേമബന്ധമാണ് ഇതിൽ കലാശിച്ചത്. പക്ഷേ ഇങ്ങനൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഘട്ടത്തിലെത്തി. അവർ പഠിച്ച പണി 18 നോക്കിയാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, പ്രസവിക്കാൻ തന്നെ വേണമെന്ന്. പക്ഷേ പിന്നീട് അമ്മയ്ക്ക് അമ്മയുടെ കാമുകനെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചേർന്ന് ജീവിക്കാനൊന്നും പറ്റിയില്ല. അവർ അവിടെ വിട്ടു പോവുകയായിരുന്നു. എൻ്റെ അമ്മയുടെ വീട്ടുകാരെ ഭയന്നിട്ടാകും. എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ അതീവ സുന്ദരനാണെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അമ്മ പഠിക്കാനൊക്കെ പോയി. എന്നെ വളർത്തിയതൊക്കെ എൻ്റെ അമ്മയുടെ അമ്മയും അച്ഛനുമാണ്. അപ്പോഴൊക്കെ തമിഴ്നാട്ടിലായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഏകദേശം കോയമ്പത്തൂരിനടുത്തായിരുന്നു ഞങ്ങളുടെ വീട്. പിന്നീട് അവർ ഞങ്ങളെ ഏർക്കാടിലേക്ക് മാറ്റി. ഞാൻ അവിടെയാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. അമ്മ അവിടെ നിന്ന് കോളേജിൽ പോവുകയും ചെയ്തു. അവിടെ നിന്ന് പറയാൻ പറ്റില്ല, അമ്മ സേലത്ത് ഒരു ഹോസ്റ്റലിലാണ് പഠിച്ചത്. അവിടെ ആർക്കും ഞാൻ അമ്മയുടെ മോളാണെന്ന് അറിയില്ല. എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞത് എനിക്കൊരു മൂത്ത മോളുണ്ടായിരുന്നു. അവൾ പ്രസവത്തോടുകൂടി മരിച്ചുപോയി. അവളുടെ ഭർത്താവ് കുട്ടിയെ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വളർത്തുന്നു എന്നായിരുന്നു. എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ലീലാമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചിയെ അവരെ കേരളത്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. അവരാണ് എന്നെ മലയാളമൊക്കെ പഠിപ്പിച്ചത്. അവിടെ തമിഴ് മീഡിയമാണല്ലോ മാഡം. പിന്നെ 5ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് എല്ലാവരും കൂടി കേരളത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയുമായിട്ട് എനിക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അമ്മയ്ക്കും എന്നോട് അറ്റാച്ച്മെൻ്റ് ഇല്ല. എന്തോ അമ്മ വേറൊരാളായി മാറിയിരുന്നു. പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് അമ്മയുടെ അമ്മയുമായിട്ടാണ് അറ്റാച്ച്മെൻറ്റ്. അമ്മയുടെ അമ്മയെ ഞാൻ അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയാണ് എൻ്റെ കഥ. പിന്നീട് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ പെട്ടെന്ന് തന്നെ ഒരാളുടെ കൂടെ കല്യാണം കഴിച്ചു വിട്ടു. അവിടെയും ഈ കള്ളക്കഥ ഉപയോഗിച്ചു. പക്ഷേ കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും അയാൾ അമ്മയുടെ യഥാർത്ഥ ഹിസ്റ്ററി ആരോ പറഞ്ഞ് തിരിച്ചറിഞ്ഞു. അതോടുകൂടി വഴക്കുണ്ടാക്കി അയാൾ അമ്മയെ ഉപേക്ഷിച്ചു. പിന്നെ ഒരു മകനുണ്ടായിരുന്നു ആ ബന്ധത്തിൽ. ആ മകനെയും കൊണ്ടാണ് അയാൾ പോയത്. അമ്മയ്ക്ക് പിന്നീട് കല്യാണം കഴിക്കാനൊന്നും തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് മകനെ പോയി കാണും. അപ്പോഴേക്കും എൻ്റെ അമ്മയുടെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഞാനും അമ്മയും കൂടി ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സ്വത്തൊക്കെ ഭാഗിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ലൊരു ഭാഗം കിട്ടിയിരുന്നു. പണത്തിന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ബിസിനസ്സുകളിൽ 1-2 അമ്മയെ നോക്കി നടത്താൻ തുടങ്ങി. ഹൈസ്കൂൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. എങ്കിലും എനിക്ക് അമ്മയുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല. +1 പഠിക്കുമ്പോഴാണ് അമ്മയും ഞാനും തമ്മിൽ അടുക്കുന്നത്. അമ്മയുടെ വിവാഹ ജീവിതമൊക്കെ പരാജയപ്പെട്ട് അമ്മയും ഞാനും കൂടി ഒന്നിച്ച് ജീവിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം ഇഷ്ടമല്ലെങ്കിലും പിന്നീട് ഞങ്ങൾ പലതും പറഞ്ഞ് അടുത്തു. ഞാൻ +1 പഠിക്കുമ്പോഴാണ് അമ്മ എന്നോട് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാര്യം, സൗന്ദര്യമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 10ാം ക്ലാസ്സിൽ വെച്ച് അയാളെ അമ്മ നോട്ടമിടുകയായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു പാവ മനുഷ്യനായിരുന്നു, സൗന്ദര്യമായിരുന്നു അങ്ങേർക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അത് കണ്ട് മോഹിച്ച അമ്മ പുറകെ നടക്കുകയായിരുന്നു. അങ്ങേർക്ക് പക്ഷെ വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും അമ്മയേക്കാൾ 3 വയസ്സിന് മൂത്തായിരുന്നു. വലിയ സമ്പന്നയായ ഒരു പെൺകുട്ടി പുറകെ നടക്കുമ്പോൾ അയാൾ എങ്ങനെയാണത് സ്വീകരിക്കാതിരിക്കുക? തേയിലത്തോട്ടങ്ങളിലും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ച് അവർ ഒന്നായി. അതിൻ്റെ ഫലമാണ് അമ്മ അനുഭവിച്ചത്. അമ്മ എന്നോട് പറഞ്ഞു തന്നത് എനിക്കായിരുന്നു എനിക്കിപ്പുറത്ത് ഇല്ലാതായിരുന്നത്. സൗന്ദര്യമുള്ള ആണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചെറുപ്രായത്തിലെ എനിക്ക് ഇളക്കം കയറി. അങ്ങനെ നിൻ്റെ അച്ഛനെ സ്വന്തമാക്കാൻ നടന്നു. അയാളെ സ്വന്തമാക്കി. പക്ഷെ കല്യാണം കഴിക്കാനോ ജീവിക്കാനോ ഒന്നും പറ്റിയില്ല. അത് ദുരന്തത്തിൽ കലാശിച്ചു. ആ സമയത്ത് എനിക്കാരെ എതിർക്കാൻ പറ്റില്ല. മിടുക്കുണ്ടെന്ന് വെച്ച് എതിർക്കാനെന്നുള്ള കഴിവ് എനിക്കില്ലായിരുന്നു മോളെ. എന്തായാലും എന്നെപ്പോലെ നീ ആകരുത്. അതുകൊണ്ടാണ് നിന്നോട് വിശദമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ പ്രായത്തിൽ പല രക്തത്തിളപ്പുകളും തോന്നും. എങ്കിലും ആണുങ്ങൾ വരുമ്പോൾ അവരുടെ പുറകെ പോകരുത്. പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇനി അഥവാ പോയെന്ന് പറഞ്ഞാലും നമ്മളുടെ കാര്യം നമ്മൾ നോക്കണം. സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിനക്കറിയാമല്ലോ. അത്തരം കാര്യങ്ങൾ
കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീഡിയോ പിടിക്കരുത്, അങ്ങനെ ഒത്തിരി സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. പക്ഷേ എന്നെപ്പോലെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ട് ചാടിപ്പോയി അവസാനം വയറ് വീർപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചല്ലോ, എനിക്ക് വീട്ടുകാർ പറയുന്ന ഒരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാകും ഏറ്റവും ശരി. അങ്ങേരെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തിയാണ്. ബിസിനസ് മാനേജ് ചെയ്യാനും കഴിവില്ല, ഒരു പെണ്ണിനെ മാനേജ് ചെയ്യാനും കഴിവില്ല. കൂടുതൽ നിന്നോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിനക്ക് പ്രായപൂർത്തിയാകുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കേൾക്കണ്ട, എൻ്റെ അച്ഛൻ ഇപ്പം ജീവനോടെ ഉണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. അപ്പം അമ്മ പറഞ്ഞു പുള്ളി ഇപ്പോഴില്ല, ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ മരിച്ചെന്ന എൻ്റെ അറിവെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഹോപ്പും പോയി. അമ്മയും ഞാനും അമ്മമ്മയും അവിടെ സസുഖം ജീവിക്കുകയാണ്. അമ്മയേക്കാൾ നേരെ എതിരാണ് എൻ്റെ അമ്മമ്മ. അമ്മമ്മയ്ക്ക് ഈ പ്രായത്തിലും നല്ല പ്രാക്ടിക്കൽ സെൻസ് ഉണ്ട്. അമ്മ ഇതൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ അമ്മ പറയും എടീ അവളെ വലിയൊരളക്കക്കാരിയാണ്, അവൾക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റുകയില്ല, അവൾ ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി നിന്ന് കാണില്ല, അതുകൊണ്ടാണ് അവൻ തിരിച്ചുകൊണ്ടാക്കിയത്, അല്ലാതെ ഇവിടെ ഹിസ്റ്ററി ഒന്നും കേട്ടിട്ടല്ല. നിൻ്റെ അമ്മയ്ക്ക് ഒരു ജില്ലയിൽ മാത്രം ഇരിക്കാനൊന്നും പറ്റില്ല, പല ജില്ലകളിൽ ചാടി നടക്കുന്ന ഒരു കുരങ്ങാണ്. നിന്നോട് ഒരു രഹസ്യം പറയാം, കല്യാണം കഴിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ചെക്കൻ വന്നു കഴിഞ്ഞപ്പോൾ അവനോട് ഞങ്ങൾ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. ഇതുപോലെ ഒരു കുട്ടിയുണ്ടെന്നും ഇങ്ങനെ അബദ്ധം സംഭവിച്ചതാണെന്നും അവന് നല്ല പണം കോമ്പൻസേഷൻ കൊടുത്തിട്ടാണ് ഇവളെ കല്യാണം കഴിച്ചത്. അപ്പോൾ അവനെന്തിനാണ് ആ കാര്യം പറഞ്ഞ് ഇവളെ ഉപേക്ഷിക്കുന്നത്? അവൾ പറഞ്ഞത് അത് പറഞ്ഞാണ് ഉപേക്ഷിച്ചതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇവളുടെ പ്രവൃത്തികൾ, തലതിരിഞ്ഞ പ്രവൃത്തികൾ കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഭർത്താവ് അവളെ ഉപേക്ഷിച്ചത്. അത് ഞാൻ അവളോട് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ വിചാരിക്കുന്ന പോലല്ല, നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവൾക്ക് എപ്പോഴും നല്ല ആണുങ്ങൾ ഒരു വീക്ക്നെസ്സാണ് എന്ന് പറഞ്ഞു. ഒരു ദിവസം സംഭാഷണ മധ്യേ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇനി കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തേയിലത്തോട്ടം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അമ്മ എൻ്റെ കല്യാണത്തെ നിർബന്ധിക്കില്ലേ? ആര് നിർബന്ധിക്കുന്നു? നിനക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി, ഞാനൊരിക്കലും നിന്നെ നിർബന്ധിക്കില്ല, പിന്നെ നിൻ്റെ അമ്മമ്മയായിരിക്കും നിർബന്ധിക്കാൻ പോകുന്നതെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് രണ്ടാം ഭർത്താവ് വേണ്ടേ? എടി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ടാം ഭർത്താവ് വേണ്ട, മൂന്നാം ഭർത്താവ് വേണ്ട, ഒരു ഭർത്താവ് വേണ്ട, ഉള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. എടി മോളെ, അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി മനസ്സിലാകൂ. എനിക്കാണെങ്കിൽ പ്രേമിച്ചവനെ കിട്ടിയില്ല, രണ്ടാമത് വന്ന ഭർത്താവും അകത്തകത്ത് പോയി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പുളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ എന്ന് പറയുന്നത് കറക്റ്റായ ഒരു പഴഞ്ചൊല്ലാണ്. നമ്മൾ മാങ്ങയുടെ മാംസളമായ ഭാഗം മാത്രം കഴിക്കുക, അല്ലാതെ അണ്ടിയുടെ അടുത്ത് പോയി പുളിയുണ്ടോ നോക്കാൻ പോകരുത് എന്നമ്മ പറഞ്ഞു. അന്നേരമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് അമ്മയുടെ ചെയ്തികളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. രസിച്ച് നടക്കുക. ഭർത്താക്കന്മാരെന്ന് പറയുമ്പോൾ ഒരാഴ്ചത്തേക്കൊരു ഭർത്താവ്, ഒരു മാസത്തേക്കൊരു ഭർത്താവ്, അത് കഴിയുമ്പോൾ അയാളെ എടുത്ത് തോട്ടിലേക്ക് എറിയുക, അത് കഴിയുമ്പോൾ പുതിയ പുതിയ ആളുകളെ വരവേൽക്കുക. ഇതാണ് അമ്മയുടെ പ്രധാന ഹോബി. പണം ഇഷ്ടം പോലെയുണ്ട്, ബിസിനസ്സിൻ്റെ കൂടെ ഇഷ്ടം പോലെ ആണുങ്ങളെ കണ്ടുമുട്ടാനുള്ള അവസരമുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ആഴ്ചയിൽ ഓരോരോ പ്രണയങ്ങളാണ്. ഓരോ ആണുങ്ങളുമായിട്ടും അമ്മയ്ക്കുള്ള അടുപ്പം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ ബന്ധം മിക്കവാറും വിവാഹത്തിൽ കലാശിക്കും. പക്ഷേ അത് 2 ആഴ്ച പോലും നിൽക്കില്ല. അപ്പോഴേക്കും അടുത്തൊരാളുമായി അമ്മ ചുറ്റിയടിക്കും. അമ്മയ്ക്ക് ആ സമയത്ത് നല്ല ഒരു ഇമോഷൻസ് ഒക്കെ വേണം. ഞാൻ ഒരു ദിവസം അമ്മയോട് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു എടി നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ അയാൾ വരുന്നത് എന്തായാലും നമ്മളെ കെട്ടാനൊന്നും അല്ലേ, ഇനി കെട്ടാൻ വന്നാലും എനിക്ക് വേണ്ട. ഞാൻ ആദ്യമേ എൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നിച്ച് നടക്കുമ്പോൾ നല്ല സ്നേഹത്തോട്ട് പെരുമാറുക, ഭാര്യയെപ്പോലെ പ്രണയിനിയെപ്പോലെ അഭിനയിക്കുക, എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള നല്ലൊരു വൈബ്രേഷൻ കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അവർക്കൊരു സന്തോഷം, അല്ലാതെ അവർക്ക് ഞാൻ വാഗ്ദാനമൊന്നും കൊടുത്തിട്ടില്ല നിങ്ങളെ കല്യാണം കഴിക്കാം എന്നും കൂടെ നിൽക്കാമെന്ന്. മിക്കവാറും ആണുങ്ങളില്ലേ അവരായിരിക്കും ആദ്യ പെണ്ണുങ്ങളെ ഉപേക്ഷിച്ച് പോവുക. ഇവിടെ ആകുമ്പോൾ അങ്ങനെയില്ല. വെറും ഷോർട്ട് ടൈം, 1 മാസം, അതിൽ കൂടുതലൊന്നും വേണ്ട. ആ സമയത്ത് അടിച്ചു പൊളിച്ച് നിൽക്കുക, അവരവരുടെ പാട്ടിന് പോകും. പിന്നെ ചില ആണുങ്ങളൊക്കെ ഉണ്ട്, അവന്മാർക്ക് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, പ്രേമമാണ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പുറകെ ശല്യം ചെയ്യാൻ നടക്കും. ആ സമയത്ത് അവനെ ഞാൻ ഓർമ്മിപ്പിക്കും ഈ ബന്ധം കൂടാൻ നേരത്ത് ഞാൻ എന്താ പറഞ്ഞത്, നമുക്ക് ജസ്റ്റ് ഫണ്ണിയായിട്ട് മുന്നോട്ട് പോകാം, നല്ല ഫൺ വേണം, അതല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് നിങ്ങളോട് ഇഷ്ടം പ്രേമമൊക്കെ ഉണ്ട്, പക്ഷേ അത് വളരെ കുറഞ്ഞ കാലയളവ് മാത്രം. എന്നും എൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ അതിൽ ഒന്നുമില്ല, എന്നും നിങ്ങളുടെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കാൻ അതിലും ഒന്നുമില്ല.
പിന്നെ മറ്റു പല കാര്യങ്ങളും കണ്ടു കഴിയുമ്പോഴേക്കും മടുക്കുകയും ചെയ്യും. മടുപ്പിന് മുമ്പേ നമുക്ക് പുതിയ താവളങ്ങൾ തേടാം എന്നാണ് മോളെ ഞാൻ പറയാറുള്ളത്. അമ്മേ, ഇങ്ങനെയൊക്കെ നടക്കുന്നത് തെറ്റാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറയും, ഞാൻ തെറ്റുകാരിയാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തെറ്റുകാരിയായി ഞാൻ അങ്ങനെ നടക്കാം. പക്ഷെ നീ അങ്ങനെയല്ല. നിൻ്റെ അമ്മമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന നല്ലൊരു പെൺകുട്ടിയാണ്. എൻ്റെ ജീവിതം മാതൃകയാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അമ്മമ്മ പറയുന്നത് പോലെ നീ അങ്ങ് നടന്നാൽ മതി. ഞാൻ കുറ്റക്കാരിയാണെന്നല്ലേ നിൻ്റെ അമ്മമ്മ പറയുന്നത്. നീ നല്ലൊരു ചെറുക്കനെ കല്യാണം കഴിച്ച് കുടുംബിനിയായി ജീവിക്കാനാണ് ആശയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷേ എന്നെ നിയന്ത്രിക്കാൻ വരുത്. ഞാനും നിന്നെ നിയന്ത്രിക്കാൻ വരില്ല എന്ന് അമ്മ പറഞ്ഞു. അമ്മയുടേത് വളരെ വ്യത്യസ്തമായ ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മമ്മയുടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും, എടി, ചെറുപ്പത്തിലെ എടുത്തുചാട്ടം മൂലം സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് അവളുടെ തല തിരിഞ്ഞുപോയി. നീ അവളെ കണ്ടു പഠിക്കണ്ട. നിനക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ഗ്രാൻഡായിട്ട് നിന്റെ കല്യാണം ഞാൻ നടത്തിത്തരാം. നീയെങ്കിലും നല്ല കുടുംബമായിട്ട് ജീവിക്കൂ എന്ന് പറയും. മാഡം, അങ്ങനെയാണ് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരാളുമായിട്ട് ഇഷ്ടമായത്. ഞങ്ങളുടെ തന്നെ സമുദായമൊക്കെയാണ്. ഞാൻ വന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെയും പ്രശ്നമില്ല. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും പ്രശ്നമൊന്നുമില്ല. നിൻ്റെ ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ നടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർക്ക് ഒരു ജോലി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. അതായത് ഏകദേശം 1.5 വർഷം മുമ്പാണ് ഞാനും എൻ്റെ കാമുകനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. അത് വളരെ ആർഭാടമായിട്ടായിരുന്നു. ലക്ഷങ്ങൾ പൊടിച്ചുള്ള ഒരു കല്യാണമായിരുന്നു. അവരുടെ വീട്ടിൽ പണമുള്ളതാണ്. അങ്ങനെ കല്യാണത്തിന് മുമ്പ് പ്രേമിച്ച് നടന്നത് മാത്രമേ ഉള്ളൂ. അല്ലറ ചില്ലറ ചില കെട്ടിപ്പിടുത്തങ്ങൾ മറ്റും ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അയാൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്ങനെയായാലും സ്വീകരിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വിവാഹത്തിലേക്ക് ചെന്നത്. പക്ഷേ ആദ്യത്തെ ദിവസം മുതൽ കാര്യങ്ങൾ തലതിരിഞ്ഞു പോയി മാഡം. പുള്ളിക്കാരന് സ്നേഹമായിട്ട് സംസാരിക്കാൻ അറിയാം, കാണാനും സൗന്ദര്യമുണ്ട്. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. ആദ്യമേ തന്നെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഫീലിങ്സും തോന്നാത്ത രീതിയിലായിരുന്നു കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പുള്ളിയോട് തർക്കിച്ചു, എക്സ്പ്ലെയിൻ ചെയ്തു. ഇങ്ങനെയല്ല, എനിക്ക് എവിടെയും ചെന്നു പറ്റാനാകുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ചില ഉടക്ക് വർത്തമാനങ്ങൾ നടന്നു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടി കൗൺസിലിങ്ങിന് പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വിദഗ്ധരായ 2 പേരുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി. കാര്യങ്ങളൊക്കെ കേട്ട് തല കുലുക്കും എന്നുള്ളതല്ലാതെ യാതൊരു വിധത്തിലുള്ള മെച്ചവും ഉണ്ടായില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിവാഹ ജീവിതം വളരെ വരണ്ടുടങ്ങിയതുപോലെയായിരുന്നു. പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾക്ക് വേറെന്തെങ്കിലും കുഴപ്പം കാണുമായിരിക്കും. ഈ അടയ്ക്കാമണിയെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞു. അപ്പോൾ ഒരു കൗൺസിലർ നിർദ്ദേശിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങളൊരു യൂറോളജിസ്റ്റിനെ കാണുക. എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റും. അതിനുള്ള സർജറി വരെയുള്ള കാര്യങ്ങൾ ഇപ്പോഴുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഡോക്ടറെ കണ്ടു. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറമേ എൻ്റെ ഹസ്ബൻഡ് ആണാണെന്ന് പറയാമെങ്കിലും അകമേ ചില സ്ട്രക്ചറുകളൊന്നും അങ്ങനെയല്ല, കോംപ്ലിക്കേറ്റഡ് ആണ്. ചില ക്രോമോസോമൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ജനിതകപരമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചില കറക്റ്റീവായുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഹസ്ബൻഡും ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത ഡെസ്പിലായി. കാര്യം അദ്ദേഹത്തിന് തെറ്റുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. ജനിതകപരമായിട്ടുള്ള ചില അവസ്ഥയാണ്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയോടും പറയുന്നത്. അപ്പോൾ അവർ മൂക്കത്ത് കൈവിൽ വെച്ച് പോയി. കാര്യം എൻ്റെ ഹസ്ബൻഡിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പമുള്ള ആളാണെന്ന് തോന്നുകയില്ല. പിന്നെ ഇനി എന്ത് ചെയ്യണമെന്നായി. അപ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു, എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞല്ലോ, അവനെങ്ങ് ഡൈവേഴ്സ് ചെയ്ത് അവൻ്റെ പാടിനെ വിട്ടേക്ക്. നീ ഇനി അടുത്ത ഏതെങ്കിലും ഒരു ജീവിതത്തിലേക്ക് കടക്കൂ. നിനക്ക് കുടുംബസ്ഥയാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഭർത്താവ് നല്ല സ്നേഹമുള്ളവനാണ്. എനിക്കാണെങ്കിൽ അദ്ദേഹത്തെ ഇട്ട് വരാനും പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പുറകെ നടന്നു. എങ്ങും എത്തുന്നില്ല. അമ്മയാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ വിളിച്ച് വഴക്കുണ്ടാക്കുകയാണ്. നീ ഇവളെ ഉപേക്ഷിക്ക്, വിവാഹമോചനം ചെയ്യ്, നീ എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഭർത്താവ് 8ക്കും 7ക്കും അടുക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ പ്രേമമുണ്ട് മാഡം, ഇതിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, എടി, എൻ്റെ കൂടെ ഇന്ന് വരാൻ ആരുമില്ല, ഏർക്കാട് വരെ പോകണം, 2 ദിവസം എടുക്കും. നിൻ്റെ ഭർത്താവിന് എന്തായാലും ഞാൻ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എനിക്കൊരു കൂട്ടില്ല, അവനോട് 2 ദിവസം ലീവ് എടുത്ത് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അമ്മ ഇനി എൻ്റെ ഹസ്ബൻഡിനെ അംഗീകരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെ ഓർത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡും അമ്മ എങ്ങനെ പറഞ്ഞല്ലോ വഴക്കുണ്ടാക്കുന്നതിനിടയിൽ എന്ന് വിചാരിച്ച് 2 ദിവസം ലീവ് എടുത്ത് കാറും കൊണ്ട് അമ്മയും കൊണ്ട് ഏർക്കാടിലേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് ചില ബിസിനസ്സുകളുണ്ട്.
അവർ തിരിച്ചു വരികയും ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എടി നിന്റെ ഭർത്താവിനെ നീ ഉപേക്ഷിക്കാൻ ഇനി ഞാൻ പറയില്ല. അതെന്താ അമ്മേ? ഞങ്ങൾ പോകുന്ന വഴിക്ക് അവനോട് ഞാൻ ഒത്തിരി സംസാരിച്ചു. അവന് നിന്നോടുള്ള സ്നേഹവും പ്രണയവുമൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് അവനോട് പറയാൻ തോന്നിയത് ഒരു കാര്യമാണ്, സ്നേഹവും പ്രണയവും അതൊക്കെ നല്ല കാര്യമാണ്. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ അവനാകും. അവൻ അവൻ്റേതായ രീതിയിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ മോൾക്ക് ഒന്നും അറിയാൻ കിട്ടുന്നില്ല. ഒരു ബാലികാറാമലയാണ്. അപ്പോൾ മോള് ആ മലയിൽ വലിഞ്ഞു കയറണ്ടേ, അതിന് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവനോട് എക്സ്പ്ലെയിൻ ചെയ്തു, മോനെ റോക്കറ്റ് മുകളിലേക്ക് പോയിട്ട് പ്രപഞ്ച രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ റോക്കറ്റിന് രൂപമുണ്ട്. കുന്തം പൊല്ലിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും റോക്കറ്റ് മുകളിലേക്ക് പോകില്ല. അതിന് നല്ല ഇന്ധനം വേണം, പ്രത്യേക ഇന്ധനം. മൂട്ടിൽ തീ കൊളുത്തി ഇന്ധനത്തിൻ്റെ വേഗം കൊണ്ടാണ് റോക്കറ്റ് കുതിച്ചു പാഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ മോൻ എന്തായാലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. മോൻ പ്രേമിക്കുകയോ സ്നേഹിക്കുകയോ എന്ത് വേണേൽ ചെയ്തോളൂ. പക്ഷേ എൻ്റെ മകളെ ഇങ്ങനെ വെറും കൈയോടെ നിർത്താൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ എൻ്റെ കൂടെ കൂട്ടും. അവൾ നിൻ്റെ ഭാര്യയായിട്ടിരിക്കും. പക്ഷേ അവൾക്കും ഇടയ്ക്ക് തിരുവാതിര കളിക്കണം, കുച്ചിപ്പുടി കളിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കളിപ്പിക്കും. ഇനിയിപ്പോൾ ഫോക്ക് ഡാൻസ് ആണെന്ന് പറഞ്ഞാൽ അതും അവൾ കളിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ സമ്മതിച്ചു. എൻ്റെ എല്ലാ ഐഡിയയും അവനങ്ങ് സമ്മതിക്കുകയായിരുന്നു. അതുകൊണ്ട് നീ വിവാഹമോചനത്തൊന്നും പോകണ്ട. ഇനി നിനക്ക് നല്ല കാലമാകും. പൂത്തുമ്പിയെ പോലെ നീ കുർളമമ്മിയായി തുള്ളിക്കളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മ എന്തൊക്കെ പറയുന്നെങ്കിലും എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ. അപ്പം അമ്മ പറഞ്ഞു, എടി അവനെ കൊണ്ടൊന്നിനും പറ്റില്ല. അവനെ കൊണ്ട് പ്രേമിക്കാനും സ്നേഹിക്കാനേ പറ്റുകയുള്ളൂ. അവൻ്റെ പ്രശ്നം മാറ്റിയെടുക്കാൻ ഡോക്ടർമാരെ കൊണ്ടും പറ്റില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? അവിടെ കിട്ടാത്തത് മോൾക്ക് പുറത്തുനിന്ന് കിട്ടണം. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എനിക്കറിയാവുന്ന എത്രയോ സൗന്ദര്യമുള്ള നല്ല പൗരുഷമുള്ള ആണുങ്ങളുണ്ട്. എൻ്റെ മോള് അവനെ ഭർത്താവായിട്ട് നിലനിർത്തുക, സ്നേഹിക്കുക, പരിചരിക്കുക. മറ്റു കാര്യങ്ങളോടെ നന്നായി നടന്നു പോകണ്ടേ? നീ ഇപ്പം കംപ്ലൈൻറ്റ് പറയുകയല്ലേ? നിൻ്റെ ഭർത്താവിനെ കൊണ്ട് അതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല, ചികിത്സിക്കാനും പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പുറത്തുനിന്ന് ആനന്ദം കണ്ടെത്തുക. അതിനുവേണ്ടി രഹസ്യമായ എല്ലാ സെറ്റപ്പും അമ്മ ശരിയാക്കി തരും. അമ്മ ചൂണ്ടിക്കാണിക്കുന്നവരിൽ നിന്ന് മോൾ ഓരോ കളത്തിലും ജസ്റ്റ് ഒന്ന് തൊടുക. ആ കളത്തിലുള്ളവൻ നിന്റെ അടുത്ത് വരും. അത് കഴിയുമ്പോൾ അടുത്ത കളത്തിലേക്ക് നീ ചാടുക. പണ്ട് നീ എന്നെ കുറ്റപ്പെടുത്തിയല്ലോ, അമ്മ എൻജോയ് ചെയ്ത് നടക്കുകയാണ്, വിവാഹത്തിലും കുടുംബജീവിതത്തിലും താല്പര്യമില്ലെന്ന്. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹത്തിലും കുടുംബജീവിതത്തിലും എന്തിനു വിശ്വസിക്കണം മോളെ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്നേഹധനായ ഭർത്താവ് വീട്ടിലിരിക്കുന്നു. നീ നല്ല ഭാര്യയായിട്ട് അവനെ ആവശ്യമുള്ളപ്പോൾ പരിചരിക്കുന്നു, താലോലിക്കുന്നു. അത് കഴിയുമ്പോൾ മോളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പുറത്തിറങ്ങി നർത്തനമാടുന്നു. അതിന് അമ്മ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നു. അമ്മയുടെ വഴിയല്ലേ മോളെ തനി വഴി, ശരി വഴി എന്ന് ചോദിച്ചു. എനിക്ക് ശബ്ദമില്ലാതായി. ഈ സിറ്റുവേഷനിൽ അമ്മ പറഞ്ഞത് വലിയൊരു പോയിൻ്റാണ്. ഞാൻ എവിടെ പോയി എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കും? അപ്പോൾ അമ്മ പറഞ്ഞ വഴി തന്നെയാണ് നല്ലത്. സ്നേഹിച്ച ഭർത്താവിനെ ഒഴിവാക്കാതെ ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അംഗവും കാണാം, താളി മുടിക്കാം, മാങ്ങയുടെ പുളിയൊട്ട് അറിയുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അമ്മയോട് പറഞ്ഞു, പിന്നെ അമ്മ അവൻ പറയുന്നതൊക്കെ ശരിയാണോ, നീ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവനെ ഞാൻ അടിമുടി ഒന്ന് ടെസ്റ്റ് ചെയ്തു. അതിൽ നിനക്ക് വിരോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. കാര്യം ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചെങ്കിൽ മാത്രമല്ലേ എനിക്ക് നിന്നോട് മറ്റു വഴിക്ക് പോകാൻ പറയാൻ പറ്റുകയുള്ളൂ. ഡോക്ടർമാരല്ലല്ലോ ഇത് കൺഫേം ചെയ്യേണ്ടത്. എന്നെപ്പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പെണ്ണല്ലേ. അതുകൊണ്ട് നിൻ്റെ ഭർത്താവിനോട് അതിര് കടന്ന് 1 മണിക്കൂർ ഞാൻ ചില പരീക്ഷണങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ട്. അതിൽ നീനോട് ക്ഷമിക്കുക. അല്ലെങ്കിലും അവനോട് പൊസസീവ്നെസ് കാണിക്കാൻ മാത്രമുള്ള ഗുണമൊന്നും അവനില്ല മോളെ എന്ന് പറഞ്ഞു. ഞാൻ വഴക്കുണ്ടാക്കാൻ പോയില്ല. ഭർത്താവിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, അമ്മ വഴി നീളെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒത്തിരി സംസാരിച്ചെന്നും അതേപോലെ തന്നെ നിൻ്റെ ഭാര്യയെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നീ ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നും പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു മുറിയിൽ കഴിയാൻ നിർബന്ധിച്ചെന്നും അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ച് ദേഹപരിശോധന എന്ന പോലെ അമ്മയുടെ ഒരു താണ്ഡവും അവിടെ ഉണ്ടായിരുന്നു. അതിനൊടുവിൽ അമ്മയ്ക്ക് മനസ്സിലായി അങ്ങേർക്ക് ഒരു പുഴ കടക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെയാണ് അമ്മ എല്ലാം പറഞ്ഞ് സമ്മതിച്ചു
നോവിപ്പിച്ചതെന്ന്. ഏകദേശം ഭീഷണി പോലെ ആയിരുന്നു എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. പക്ഷേ അവസാനം ഹസ്ബൻഡ് പറഞ്ഞത്, അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരുന്നു, നീ എന്നെ വിട്ടിട്ട് പോകരുത്, വേറെ സ്ഥലൂടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ ജീവിതം കുളമാകും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജീവിതത്തിൽ ഒരു സമാധാനം വന്നതുപോലെ തോന്നി. പിന്നീട് അമ്മയാണ് എനിക്ക് വേണ്ടി ആദ്യത്തെ എൻ്റെ യഥാർത്ഥ അനുഭവം ഒരുക്കി തന്നത്. വലിയ കോർപ്പറേറ്റ് സ്ട്രക്ചറിലുള്ള ഒരാൾ, അതീവ സുന്ദരൻ, സിനിമാ നടന്മാരെക്കാളൊക്കെ ഫാർ ബെറ്റർ. അതുമാത്രമല്ല, പണത്തിന് വേണ്ടി അയാൾക്ക് ഏത് രീതിയിലും എന്തൊക്കെയാണോ സ്ത്രീ ആഗ്രഹിക്കുന്നത് അതേപോലെ എല്ലാ രീതിയിലും പെരുമാറാൻ കഴിവുള്ളൊരു വ്യക്തി. അങ്ങനെ ഒരാളെയാണ് അമ്മ എനിക്ക് ആദ്യമായി സെലക്ട് തന്നത്. പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് 2-3 വട്ടമായി കഴിഞ്ഞപ്പോഴാണ് അയാൾ പറഞ്ഞത്, മാഡത്തിൻ്റെ പാദസേവകനാണ് ഞാൻ, അമ്മയാണ് ഗൈഡ് ചെയ്ത് വിട്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഞാൻ 100,000 നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞത് പിന്നെ അമ്മേനോട് പറഞ്ഞു, ഒന്നുകിൽ നിനക്ക് സേഫായുള്ള ആളുകളെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഗൈഡൻസ് മൂലം നിനക്ക് മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ ഇപ്പോഴും അമ്മയുടെ സെലക്ഷൻസാണ് ഞാൻ അംഗീകരിക്കുക. അമ്മയല്ലാതെ വേറെ ഒരു രീതിയിലും എനിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. അമ്മയുടെ മേൽനോട്ടം എനിക്ക് ഗുണകരമാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട്. മാസത്തിൽ ഒരു 5-6 വട്ടം മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ ജോലിയുണ്ട്, നല്ല പണവുമുണ്ട്, നന്നായി പോവുകയും ചെയ്യുന്നു. ഭർത്താവിന് പ്രശ്നമില്ല. മറ്റാർക്കും ഇതൊന്നും അറിയില്ല മാഡം. ഇപ്പോൾ കുട്ടികളുണ്ടാകാത്തതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരാനുള്ള സമയമായി. 1-2 വട്ടം എനിക്ക് ആ സൂചനകൾ ബന്ധുക്കളിൽ നിന്ന് കിട്ടുകയും ചെയ്തു, ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്ന്. അപ്പം അമ്മ പറഞ്ഞത്, നിൻ്റെ ഭർത്താവുമായിട്ട് സാമ്യമുള്ള ഒരാളെ സ്വീകരിക്കാം, എന്നിട്ട് അത് കൃത്രിമമായി ശരിയാക്കിയെടുക്കാം, അത് മതി. കാര്യം ജനിതകപരമായ പ്രശ്നമുള്ള ആളാണ് നിൻ്റെ ഹസ്ബൻഡ്, അപ്പോൾ കുട്ടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. ഹസ്ബൻഡിന് അതിൽ അഭിപ്രായമൊന്നുമില്ല, എല്ലാറ്റിനും സമ്മതമാണ്. മാഡത്തിൻ്റെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെയിൽ അയച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ആൾക്കുണ്ടാകുന്ന കുട്ടിക്കും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശരിയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത്. എങ്കിൽ കൂടിയും നമുക്ക് സദാചാരം അല്ലെങ്കിൽ മാനുഷികത ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഇത് ഒരു ഇൻഫെർട്ടിലിറ്റി ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമേ അങ്ങനൊരു തീരുമാനത്തിലേക്ക് കടക്കാവൂ. ഇപ്പോൾ ഇങ്ങനെയുടെ അവസ്ഥ എന്താണ്, കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വരുമോ, അങ്ങനെ ഒരു അസുഖമാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തരാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും അവസ്ഥയാണോ, ജനിതകപരമായിട്ടുള്ള എല്ലാ അവസ്ഥകളും അങ്ങനെ മറ്റൊരാളിലേക്ക് വരണമെന്നൊന്നുമില്ല. ഭർത്താവിൻ്റെ കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അറിയില്ല. അത് എങ്ങനെയാണ് എന്താണ് എന്ന് അവരോട് ചർച്ച ചെയ്തിട്ട് ഈ ഓപ്ഷൻ തന്നെയാണോ നല്ലത്, അതോ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഹോപ്പുണ്ടോ? ഇപ്പം ഒത്തിരി അധികം ടെസ്റ്റുകളും അതേപോലെ തന്നെ ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയാനുള്ള കഴിവുകളും ഒക്കെയുണ്ട്. ഏത് രീതിയിലാണിത് മുന്നോട്ട് പോകുന്നത് നമുക്കതിൻ്റെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചർച്ച ചെയ്യുക ഡോക്ടറുമായിട്ട്, അതിൻ്റെ പോസിബിലിറ്റീസ് നോക്കിയിട്ട് ഭർത്താവിൻ്റെ തന്നെ കുട്ടി ഉണ്ടാകണമെങ്കിൽ അത്രയും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാർഗങ്ങൾ സ്വീകരിക്കുക. എന്തായാലും ഫസ്റ്റിലേ പോയി ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മറ്റു പോസിബിലിറ്റീസ് ഒക്കെ നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് ചാടുക, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഭർത്താവിന് സമ്മതമാണ്, ഭാര്യയ്ക്ക് സമ്മതമാണ്, അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. അപ്പോൾ വന്നു ഭവിച്ചു പോകുമ്പോൾ ഇവിടെ ഇപ്പം സദാചാരം പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറയേണ്ടടുത്ത് പറഞ്ഞാൽ പോരെ. അതുകൊണ്ടാണ് ഞാനതിനെ അധികം ക്രിട്ടിസൈസ് ചെയ്യാത്ത കേട്ടോ.